ഹായ് മക്കളെ, മായർ സാറുടെ മെൻറ്ററിൽ നിന്നും നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ, അതായത് കഴിഞ്ഞ കുറച്ച് വീഡിയോസുകളിലായിട്ട് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റിലെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും നമ്മളെ വെയിറ്റേജ് വന്നിട്ടുണ്ടാകും. നമ്മളെല്ലാവരും കണ്ടേക്കും തോന്നുന്നുണ്ട് അല്ലേ? നമ്മളെ വെയിറ്റേജ് വന്നിട്ടുണ്ട് എക്സാമിൻ്റെ വെയിറ്റേജിൽ. സോ എക്സാമിൻ്റെ വെയിറ്റേജിൽ നമ്മളൊക്കെ ആകെപ്പാടെ കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഓർഗാനിക് കെമിസ്ട്രിയിലായിരുന്നു വെയിറ്റേജ് ഉള്ളത്. പക്ഷേ ഈ വർഷത്തെ ആ വെയിറ്റേജ് നോക്കിയ സമയത്ത് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. കാരണം പാർട്ട് 1 വെയിറ്റേജ് കുറവാണ്, പാർട്ട് 2 ചാപ്റ്ററിന് എന്ത് ചെയ്തോടാ വെയിറ്റേജ് കൂടി. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ഏതായിരിക്കടാ? 7ാമത്തെ ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ളൂടാ, ഈ 7ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി അഥവാ വൈദ്യുത രാസതന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ. റെഡിയാണോ? സോ ഈ ഒരു ചാപ്റ്റർ നെക്സ്റ്റ്, അതായത് നിങ്ങൾക്ക് +1 അതായത് +2കളിലേക്ക് ഇതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളും +2 കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. +2 കെമിസ്ട്രിയിൽ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ പഠിക്കാണ്ട്. അപ്പോൾ ഒരിക്കലും ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റും നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ലടാ, ജസ്റ്റ് പിന്നീട് നിങ്ങൾക്ക് ആവശ്യം വരും. ഒരിക്കലും പറ്റില്ല, പിന്നീട് ആവശ്യമില്ലാതെക്കാത്ത ടോപ്പിക്കൊന്നും അത്. പക്ഷേ നിങ്ങൾക്ക് മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ ഓൾറെഡി എന്താണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എവിടെ ഉപയോഗിക്കുക മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. പക്ഷേ ഇലക്ട്രോ കെമിസ്ട്രി അങ്ങനെയല്ല, നിങ്ങൾക്ക് പിന്നീട് എന്തുണ്ടടാ ആവശ്യം ഉണ്ടാകുന്ന ചാപ്റ്ററാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയിട്ടുള്ള ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും മക്കളെ ശ്രദ്ധിച്ചിരിക്കുക, കാരണം നമ്മൾ 70 ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കിയാലോടാ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. എൻ്റെ മക്കളെ ശ്രദ്ധിക്കടാ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ നോട്ട്ബുക്ക് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ ക്ലാസ് നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ കാണാത്ത മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. സോ നോക്കിക്കോടാ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് അയോൺ ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ കാഥോഡ്? അതായത് തന്നിരിക്കുന്ന അയോൺസുകൾ. എന്താണ് അയോൺസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അയോൺസുകൾ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ മണ്ടയിൽ എന്ത് വരും? ചാർജ് വരിക. ചാർജ് വന്നു കഴിഞ്ഞാൽ അവരെ പറയുന്ന പേരാണ് അയോൺസ് എന്ന് പറയും. എത്ര അയോൺസ് നമുക്ക് പഠിക്കാനടാ? 2 അയോൺസ് പഠിക്കാനുള്ളത്. ഒന്ന് ഏതാടാ? പോസിറ്റീവ് അയോണും ഒന്ന് ഏതാടാ? നെഗറ്റീവ് അയോണും. അപ്പോൾ ചാർജ്ഡ് ആറ്റങ്ങളെ പറയുന്ന പേരെന്താ മക്കളെ? അയോൺസ് ആണ് കേട്ടോ. സോ ആ അയോൺസുകളാണ്. ആ അയോൺസ് തന്നെ ഏത് അയോൺ ആയിരിക്കും കാഥോഡിലേക്ക് ആകർഷിക്കുന്നത്? റെഡിയാണോ? അപ്പൊ നിങ്ങൾ ചോദിച്ചോട്, സാറേ ഈ ഒരു ക്വസ്റ്റ്യന് ഒരു ഇലക്ട്രോ കെമിക്കൽ ആണോ അതോ ഇലക്ട്രോലിറ്റിക് സെല്ലാണോ എന്ന് ചോദിക്കും. അതായത് വൈദ്യുത രാസ സെല്ലോ അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലോ ആണോ എന്ന് ചോദിക്കും. മക്കളെ രണ്ടും വ്യത്യാസമുണ്ട്, പറഞ്ഞു തരാം കേട്ടോ. അതായത് ഇലക്ട്രോ കെമിക്കൽ സെൽ അഥവാ വൈദ്യുത രാസ സെല്ലുകളിലെ ആനോഡിന്റെ ചാർജ് എന്തായിരിക്കോടാ? ആനോഡിന്റെ ചാർജ് എന്തായിരിക്കോടാ? നെഗറ്റീവ് ആയിരിക്കും. റെഡിയാണോ? ഇലക്ട്രോ കെമിക്കൽ സെൽ അഥവാ വൈദ്യുത രാസ സെല്ലുകളിൽ കാഥോഡിന്റെ ചാർജ് എന്തായിരിക്കോടാ? പോസിറ്റീവ് ആയിരിക്കും. റെഡിയാണോടാ? റെഡിയാണോ? സോ നെക്സ്റ്റ് നോക്കിക്കോടാ. ഇലക്ട്രോലിറ്റിക് സെല്ലും അതായത് വൈദ്യുത വിശ്ലേഷണ സെല്ലും. മക്കളെ ആ വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ആനോഡിന്റെ ചാർജ് എന്തായിരിക്കോടാ? പോസിറ്റീവ് ആയിരിക്കും. കാഥോഡിന്റെ ചാർജ് എന്തായിരിക്കോടാ? നെഗറ്റീവ് ആയിരിക്കും. റെഡിയാണോടാ? റെഡിയാണോ? സോ നോക്കിക്കോ, ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കണം. ക്ലോറൈഡ് അയോണ്, ഓക്സൈഡ് അയോണ്, ഫ്ലൂറൈഡ് അയോണ്, സോഡിയം അയോണ്. കത്തിയോ? ഏതൊക്കെ? ക്ലോറൈഡ്, ഓക്സൈഡ്, ഫ്ലൂറൈഡ്, സോഡിയം. മക്കളെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലിറ്റിക് സെല്ലിലെ നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഏതായിരുന്നുടാ? മൊൾട്ടൻ സോഡിയം ക്ലോറൈഡും അക്വസ് സോഡിയം ക്ലോറൈഡും ഉരുകിയ സോഡിയം ക്ലോറൈഡും ജലീയ സോഡിയം ക്ലോറൈഡും. മക്കളെ ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ അയോണാക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറുടാ? Na+ഉം Cl-ഉം. മക്കളെ ഈ ഒരു അക്വസ് സൊല്യൂഷൻ ആണല്ലോ, അവിടെ ആരൊക്കെ പ്രസന്റാ? വാട്ടർ മോളിക്യൂൾ പ്രസന്റാ. അപ്പോൾ H3O+ഉം OH-ഉം. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. റെഡിയാണോ? സോ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ വരുന്നത്. സോ അപ്പോൾ ഇത് ഏത് സെല്ലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഒരു ഇലക്ട്രോ കെമിക്കൽ ആണോ വൈദ്യുത വിശ്ലേഷണമാണോ ഇലക്ട്രോലിറ്റിക്കൽ മനസ്സിലാക്കേണ്ടത് എന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ നോക്കിയിട്ടാണ്. മനസ്സിലായോ? കാരണം സോഡിയം അയോണ്, ക്ലോറൈഡ് അയോണ്, ഫ്ലൂറൈഡ് അയോണൊക്കെ മക്കളെ ഒരു സാൾട്ടിനെ കറണ്ട് പാസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. NaCl എന്ന് പറഞ്ഞ സാൾട്ടാണ്.
അപ്പോൾ സാൾട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സെല്ല് ഏത് സെല്ലായിരിക്കൂടാ? ഇലക്ട്രോലിറ്റിക് സെല്ല് അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എടാ ഇലക്ട്രോ കെമിക്കൽസിൽ എപ്പോഴാണ് ഉപയോഗിക്കുക? സിങ്ക് കോപ്പർ അല്ലേ, സിങ്കിന്റെ സൊല്യൂഷനിൽ മുക്കി വെച്ചു, കോപ്പറിന്റെ സൊല്യൂഷൻ. അപ്പം ആ സമയത്തുള്ള സാധനമാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. റെഡിയാണോ? അപ്പം നിങ്ങൾ മനസ്സിലായിക്കോ. അപ്പോൾ ഈ കാഥോഡിന്റെ ചാർജ് അപ്പം എന്തായിരിക്കും? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ കാഥോഡിന്റെ ചാർജ്? എന്തായിരിക്കും മക്കളെ? യെസ്, എന്തായിരിക്കുംടാ? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇതേത് സെല്ലാണടാ? ഇലക്ട്രോലിറ്റിക് സെല്ല് അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ല്. അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോട്ടോ. അപ്പൊ കാഥോഡിന്റെ ചാർജ് അപ്പൊ എന്തായിരിക്കോടാ? കാഥോഡിന്റെ ചാർജ് എന്തായിരിക്കോടാ? നെഗറ്റീവ് ചാർജ്. കാരണം ഇതേത് സെല്ലാണ്? ഇലക്ട്രോലിറ്റിക് സെല്ല്. എങ്ങനെ മനസ്സിലായി? ഓപ്ഷൻ നോക്കിയിട്ട്. ഓപ്ഷനിൽ സോഡിയം അയോണ്, ക്ലോറൈഡ് അയോണ്, ഫ്ലൂറൈഡ് അയോണ്, ഓക്സൈഡ് അയോണ്. എടാ അതൊക്കെ എന്ത് സെല്ലാടാ? ഏത് സെല്ലായിരിക്കും? അപ്പം അത് സാൾട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. അപ്പോൾ ഏതായിരിക്കും അവിടെ? ഇലക്ട്രോലിറ്റിക് സെല്ല് അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ല്. അപ്പോൾ അവിടെ കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ് കൺഫേം ആക്കി. ഇനി നോക്കിക്കോ മക്കളെ. ക്ലോറൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ മക്കളെ Cl-. ഓക്സൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ O2-. എടാ ഫ്ലൂറൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ F-. മക്കളെ സോഡിയം അയോൺ എന്ന് പറഞ്ഞാൽ എന്താടാ? Na+. കാരണം സോഡിയം ഈസ് എ മെറ്റൽ. ഏത് ഗ്രൂപ്പടാ? ഒന്നാമത്തെ ഗ്രൂപ്പ്. റെഡിയാണോ? ആ ഒന്നാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേര് എന്താടാ? ആൽക്കലി മെറ്റൽസ്. പഠിച്ചിട്ടുണ്ട് ഏത് ചാപ്റ്ററിൽ? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, 3-ാം ചാപ്റ്ററിൽ. റെഡിയാണോ? സോ അതുകൊണ്ട് മക്കളെ സോഡിയം 1-ാം ഗ്രൂപ്പാണ്. അതുകൊണ്ട് അതിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ്. മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ് ആണ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സോഡിയത്തിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ്. അങ്ങനെയാണ് മക്കളെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള സോഡിയം ആരെ വന്ന് അട്രാക്ട് ചെയ്യടാ? കാഥോഡിനെ. കാര്യം കാഥോഡിൻ്റെ ചാർജ് എന്താടാ? നെഗറ്റീവ്. സോ മക്കളെ കാഥോഡിലേക്ക് ഏത് അയോണാണ് ആകർഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? സോഡിയം അയോണ്. ഇങ്ങനെയായിരിക്കും മക്കളെ അതിൻ്റെ ഉത്തരം വരുന്നത്. റെഡിയാണോ? അപ്പോൾ കോൺസെപ്റ്റ് വൃത്തിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ നമുക്ക് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ? ഉത്തരം കിട്ടാൻ സാധ്യമാവുന്നു കേട്ടോ. സോ നോക്കിക്കോ, നെക്സ്റ്റ് ചോദിക്കോ. എടാ മൊൾട്ടൻ സോഡിയം ക്ലോറൈഡ് ആൻഡ് അക്വ സോഡിയം ക്ലോറൈഡ് ആർ ഇലക്ട്രോലൈസ്ഡ് സെപ്പറേറ്റ്ലി. റെഡിയാണോ? എടാ മൊൾട്ടൻ സോഡിയം ക്ലോറൈഡ് അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡും ജലീയ സോഡിയം ക്ലോറൈഡും മക്കളെ വൈദ്യുത വിശ്ലേഷണത്തിന് കാരണമാവുന്നു. മക്കളെ നമ്മൾ ആദ്യം എടാ മൊൾട്ടൻ സോഡിയം ക്ലോറൈഡ് ആ വേണ്ടി പോകട്ടോ. എടാ മൊൾട്ടൻ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോളിസ് സംഭവിക്കാണ്. എടാ മൊൾട്ടൻ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉരുകിയ സോഡിയം ക്ലോറൈഡ് അല്ലേ? എടാ ഈ ഉരുകിയ സോഡിയം ക്ലോറൈഡ് അഥവാ മൊൾട്ടൻ സോഡിയം ക്ലോറൈഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ മാറടാ? Na+, പിന്നെ അതുപോലെ തന്നെ എന്താടാ? Cl-. ഓക്കെ, റെഡിയാണോ മക്കളെ? നെക്സ്റ്റ് എന്താടാ? അക്വ സോഡിയം ക്ലോറൈഡ് അഥവാ ജലീയ സോഡിയം ക്ലോറൈഡിൽ മക്കളെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കട്ടോ. മക്കളെ ഇവിടെ NaCl ഉണ്ട്. അക്വസ് എന്ന് പറഞ്ഞത് ആരാ മക്കളെ? വാട്ടർ ആണ് കേട്ടോ. അപ്പോൾ H2O ആദ്യം ബ്രേക്ക് ഡൗൺ ചെയ്യാം. എടാ H2O ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താ നിങ്ങൾക്ക് അറിയില്ലടാ? എന്തായിരിക്കും? H+, പിന്നെ അതുപോലെ തന്നെ OH-. ഓക്കെ അല്ലേ? അപ്പോൾ NaCl ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറൂടാ? Na+, Cl-. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? ഓക്കെ മക്കളെ അങ്ങനെ H+, OH- ആയി മാറി. ഓക്കെ അല്ലേടാ? നിങ്ങൾ ആലോചിച്ചോ കിട്ടോടാ. ഈ ഒരു ചെങ്ങായിൻ്റെ കേസിൽ ഒരുപാട് H2O ഉണ്ടാവൂലേ? എടാ ഈ ഒരു ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ അയച്ചു നോക്കിട്ടോ. ഇതെന്താണെടാ? ഒരു ബീക്കർ. ഈ ബീക്കറിൽ മക്കളെ പാരക്കണ്ടടാ? H2O ഉണ്ട്, വാട്ടർ ഉണ്ട്, പ്ലസ് NaCl. എടാ ഇതിനെ പറയുന്ന പേരാണ് എന്താടാ? അക്വ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ജലീയ സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. അപ്പോൾ മക്കൾ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ഇല്ലേ? എടാ ഈ H+ വേറൊരു വാട്ടർ മോളിക്യൂളുമായി കൂടി ചേർന്നിട്ട് എന്തായി മാറിയടാ? H3O+. എടാ H2O എന്ന് പറഞ്ഞാൽ 2 H ഇല്ലേ? അതിക്കൊരു H കൂടി ആഡ് ചെയ്ത മക്കൾ എന്തായി മാറൂടാ? H3O+. മക്കളെ പിന്നെ ഇവിടെ ആരുണ്ടടാ? OH-. റെഡിയാണോ? അപ്പോൾ ഒരു H2O ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ എന്തൊക്കെയും കിട്ടൂടാ? പോസിറ്റീവ് ആയിട്ടുള്ള H3O+, നെഗറ്റീവ് ആയിട്ടുള്ള ആരുണ്ടടാ? OH-. റെഡിയാണോ? സോ നെക്സ്റ്റ് നോക്കിക്കോട്ടോ. ഓക്കെ ബാ ഇനി നമ്മൾ നോക്കിക്കോ. ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നോക്കിക്കോ. വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ആനോഡ്. എടാ ആനോഡിൻ്റെ ചാർജ് ഏതായിരിക്കും? എടാ ഇത് ഏത് സെല്ലാടാ? ഇലക്ട്രോലിസിസ് അല്ലേ? ഏത് സെല്ലാണടാ? ഇലക്ട്രോലിറ്റിക് സെല്ലല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എടാ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡിൻ്റെ ചാർജ് എന്താടാ? പോസിറ്റീവ്. അപ്പോൾ മക്കൾ മനസ്സിലായിക്കോ. ആനോഡിൻ്റെ ചാർജ് ആരായിരിക്കോടാ? പോസിറ്റീവ് അല്ലേ? ആനോഡിൻ്റെ ചാർജ് ആരായിരിക്കോടാ? പോസിറ്റീവ്. ഏത് സെല്ലിലടാ? ഇലക്ട്രോലിറ്റിക് സെല്ല് അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ. റെഡിയാണോ? അപ്പൊ ആനോഡ് എന്താണ്? പോസിറ്റീവ് കിട്ടി.
റെഡിയാണോ? നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പൊ ആനോഡ് ഒരു പോസിറ്റീവ് ആണെങ്കിൽ ഓൻ ആര് വന്ന് അട്രാക്ട് ചെയ്യുക? ആനോഡ് തന്നെയാണോടാ? പോസിറ്റീവുള്ള ആളാണ് അട്രാക്ട് ചെയ്യുക? അല്ല. ആരാണെന്ന് അട്രാക്ട് ചെയ്യുക? നെഗറ്റീവ് ആയിട്ടുള്ളവനല്ലടാ അട്രാക്ട് ചെയ്യുന്നത്? അല്ലടാ. ഓക്കെ. സോ ഇവിടെ മൊൾട്ടൻ NaCl അഥവാ ഉരുകിയ സോഡിയം ക്ലോറൈഡില് നെഗറ്റീവ് ആയിട്ടുള്ള ആരാടാ? Cl-. അങ്ങനെ മക്കളെ മൊൾട്ടൻ NaCl എടാ ക്ലോറിൻ ആണടാ അട്രാക്ട് ചെയ്യുന്നതടാ? ആനോഡിന് അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് മക്കളെ അക്വസ് സോഡിയം ക്ലോറൈഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? H3O+, OH-, Na+, Cl-. മക്കളെ നിങ്ങൾ നോക്ക്, ഇവിടെ രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആരൊക്കെ? OH- ഉണ്ട്, Cl- ഉണ്ട്. ആരൊക്കെയാണെടാ? OH- ഉണ്ട്, Cl- ഉണ്ട്. അങ്ങനെയാണ് മക്കളെ ഇവിടെ ആരാടാ അട്രാക്ട് ചെയ്യുക? എടാ OH-നെക്കാട്ടിലും കൂടുതൽ ആരാടാ അട്രാക്ട് ചെയ്യുക? Cl- ആണ്. അപ്പോൾ മക്കളെ അക്വസ് NaCl മക്കളെ രണ്ട് നെഗറ്റീവ് ഉണ്ട്, ഒന്ന് OH- ഒന്ന് Cl-. മക്കളെ ആരാടാ അട്രാക്ട് ചെയ്യുന്നത് ആനോഡിലേക്ക്? യെസ്, ആനോഡിലേക്ക് ആരാ അട്രാക്ട് ചെയ്യുക? ക്ലോറിൻ ആണ് അട്രാക്ട് ചെയ്യുന്നത്. ആരെക്കാട്ടിലും? OH നെഗറ്റീവാ, ശരിയാ. OH അട്രാക്ട് ചെയ്യൂലെന്നല്ല, OH-നെക്കാട്ടിലും കൂടുതൽ ആരാ അട്രാക്ട് ചെയ്യൂടാ? ക്ലോറിൻ ആയിരിക്കും അട്രാക്ട് ചെയ്യുക. സോ അതുകൊണ്ട് ക്ലോറിൻ ആയിരിക്കും ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ മൊൾട്ടൻ NaCl ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ കിട്ടും? വേം പറയും Na+ഉം Cl-. റെഡിയാണോ? അതുപോലെ തന്നെ അക്വസ് സോഡിയം ക്ലോറൈഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആരൊക്കെ കിട്ടും? യെസ്, Na+, Cl-, H3O+, OH-. റെഡിയാണോ? അക്വസ് സോഡിയം ക്ലോറൈഡ് അഥവാ ജലീയ സോഡിയം ക്ലോറൈഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് ആരൊക്കെ കിട്ടൂടാ? Na+, Cl-, H3O+, OH-. ഏതൊക്കെ? Na+, Cl-, H3O+, OH-. ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോകട്ടോ. റെഡിയാണോ? അപ്പൊ മനസ്സിലായോ? നമ്മുടെ ഇലക്ട്രോ കെമിക്കൽസിൽ ആനോഡ് ചാർജ് എന്താണ്? നെഗറ്റീവ്. കാഥോഡ് ചാർജ് എന്താണ്? പോസിറ്റീവ്. മക്കളെ ഇലക്ട്രോലൈറ്റിക് അഥവാ വൈദ്യുത വിശ്ലേഷണത്തിൽ ആനോഡ് ചാർജ് എന്താണ്? പോസിറ്റീവ്. കാഥോഡ് എന്താണ്? നെഗറ്റീവ്. റെഡിയാണോ? എടാ ഇലക്ട്രോലൈറ്റിക് സെല്ല് മക്കളെ ഏത് സെല്ലടാ? സോഡിയം ക്ലോറൈഡിൻ, ജലീയ സോഡിയം ക്ലോറൈഡ് ആയിക്കോട്ടെ, ഉരുകിയ മൊൾട്ടൻ ആയിക്കോട്ടെ, അക്വസ് ആയിക്കോട്ടെ, മക്കളെ അവിടെ ആനോഡിന് ചാർജ് എന്താടാ? ആനോഡിന് ചാർജ് എന്താ? പോസിറ്റീവ് അല്ലേ? ആ പോസിറ്റീവിലേക്ക് ആരാ അട്രാക്ട് ചെയ്യുക? മറ്റേ മൊൾട്ടൻ NaCl ആരാണ്? Cl-. മക്കളെ അക്വസ് NaCl ആരൊക്കെ ഉണ്ട്? OH- ഉണ്ട്, Cl- ഉണ്ട്. പക്ഷേ OH-നെക്കാട്ടിലും ആരാ കൂടുതൽ അട്രാക്ട് ചെയ്യുക? യെസ്, ക്ലോറിൻ ആണ്. അപ്പോൾ മക്കളെ ആനോഡില് എടാ അക്വസ് സോഡിയം ക്ലോറൈഡ് ആയിക്കോട്ടെ, മൊൾട്ടൻ സോഡിയം ക്ലോറൈഡ് ആയിക്കോട്ടെ, ആനോഡിലേക്ക് രണ്ടാൾക്കാരും ഏതാണ് അട്രാക്ട് ചെയ്യുക? ക്ലോറിൻ ആണ് അട്രാക്ട് ചെയ്യുക. ഇനി മക്കളെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോ. എങ്ങനെ അറിയോ? അങ്ങനെയാണ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാ ചോദിച്ചു. എങ്ങനെയാണ്? ആനോഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏതാ? മക്കളെ ക്ലോറിൻ ആണെങ്കിൽ എടാ ആനോഡിലേക്ക് ക്ലോറിൻ പോവാണ്. എടാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നല്ല കുട്ടികളുടെ എണ്ണത്തിൽ ഒരു എന്താ പഠിച്ചാത്ത കുട്ടി അല്ലെങ്കിൽ എന്താണ് നല്ലതുപോലെ ഉയർപ്പുന്ന കുട്ടി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മക്കൾ ഓനവിടെ എഫക്റ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ആനോഡിലേക്ക് ആര് മാത്രം പോവുള്ളൂ അല്ലേ? ക്ലോറിൻ മാത്രം പോവുള്ളൂ. അങ്ങനെയാണ് മക്കളെ ഈ ആനോഡ് ലിബറേറ്റ് ചെയ്യുന്ന വാതകം ഏതാണ്? യെസ്, ഏതാണ്? ക്ലോറിൻ ഗ്യാസ്. റെഡിയാണോ? നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആയിക്കോട്ടോ. വാട്ട് ഈസ് ദ എനർജി ചേഞ്ചിങ് ടേക്ക് പ്ലേസ് ഇൻ ഇലക്ട്രോലൈറ്റിക് സെല്ല്? അതായത് ഒരു വൈദ്യുത വൈദ്യുത വിശ്ലേഷണ സെല്ലില് ഊർജ മാറ്റം എന്തായിരിക്കും? മക്കളെ ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ. മക്കളെ നോക്കിക്കോട്ടോടാ, ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ മക്കളെ ധൈര്യക്കോട്ടോടാ, ഒരു ഇലക്ട്രോലിറ്റിക് സെൽ അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ മക്കളെ എങ്ങനെയായിരിക്കും ഊർജ്ജ മാറ്റം ഉണ്ടാവുക? യെസ്, എങ്ങനെയായിരിക്കും? പറഞ്ഞോട്ടെ. യെസ്, ഏതായിരിക്കോടാ? ഇലക്ട്രിക്കൽ എനർജി, അതായത് വൈദ്യുത ഊർജം അല്ലെ? ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുത ഊർജം എന്തായി മാറുന്നു? കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി അഥവാ കെമിക്കൽ ഊർജം അഥവാ രാസ ഊർജം അഥവാ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നു. റെഡിയാണോ? എങ്ങനെയാ ഒരു ഇലക്ട്രോലിറ്റിക് സെൽ അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലില് ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു? കെമിക്കൽ എനർജി ആയി മാറുന്നു. അതായത് എന്താ മലയാളക്കാർ പറയടാ, ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ഈ വൈദ്യുത ഊർജം എന്തായി മാറുന്നു? രാസ ഊർജമായി മാറുന്നു. അങ്ങനെയാണ് മക്കളെ നിങ്ങൾ പറയട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല്, അങ്ങനെയാണെങ്കിലടാ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ
സെല്ല്, അല്ലെങ്കിൽ എന്താ പറയുന്നത് വൈദ്യുത രാസെല്ല്. എടാ വൈദ്യുത രാസെല്ലിൽ അപ്പൊ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? കെമിക്കൽ എനർജി വഴി എന്തായിരിക്കും? കെമിക്കൽ റിയാക്ഷൻ അഥവാ കെമിക്കൽ എനർജി, അതായത് രാസ ഊർജം എന്തായി മാറുന്നുടാ? ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുത ഊർജമായി മാറുന്നു. റെഡിയാണോ? ഐഡിയ കിട്ടിയോ മക്കളെ? അങ്ങനെയാണ് മക്കളെ ഈ ക്വസ്റ്റ്യൻ ഉത്തരങ്ങൾ പറയടാ. അങ്ങനെയാണ് മക്കളെ എനർജി ടേക്ക് പ്ലേസ് ഇൻ ഇലക്ട്രോലൈറ്റിക് സെല്ല്. അപ്പൊ പറയും എന്താണ്? വൈദ്യുത വിശ്ലേഷണത്തിൽ എന്തായിരിക്കും ഊർജ്ജമാറ്റം ഉണ്ടാവുക? ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നടാ? രാസ ഊർജം, അതായത് കെമിക്കൽ എനർജി ആയി മാറുന്നു. റെഡിയാണോ? അപ്പൊ ഓരോ ക്വസ്റ്റ്യനും മെന്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ടുള്ള കാര്യങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. കോൺസെപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മക്കളെ നിങ്ങൾ ആലോചിച്ചോക്ക്, നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും ഇതേമാതിരിക്ക് എന്ത് ചെയ്യുന്നത് അവസാന നിമിഷം എന്താണ് പഠിച്ചേണ്ടത് ഏത് പഠിച്ചേണ്ടത് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. സോ അങ്ങനത്തോൽക്കൊക്കെ എന്ത് ചെയ്യുക, ഇത് കാണിച്ചു കൊടുത്തോണ്ടി. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ A+ കിട്ടാൻ വേണ്ടി കുറേ ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവും അല്ലേ? എല്ലാവർക്കും A+ കിട്ടും കേട്ടോ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യടാ, നല്ലതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. നമ്മൾക്ക് എന്ത് ചെയ്യുന്ന മെൻറ്റർ നിങ്ങൾക്ക് ഇനി മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും ബയോളജിൻ്റെ ഒക്കെ എന്ത് വരുന്നുണ്ടാ ക്വസ്റ്റ്യൻ സീരീസ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ സീരീസ് ഒക്കെ എന്ത് ചെയ്യുക നന്നായിട്ട്, കാരണം ഇനിയിപ്പോൾ സ്കൂളൊന്നും അവധിയായിരിക്കും അല്ലേ? സ്കൂളൊക്കെ ഇനി വളരെ സ്റ്റഡി ലീവ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക മാക്സിമം അതേ വീഡിയോ കണ്ടിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ പോയിന്റ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. സോ മക്കൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കേട്ടോ. സോ നെക്സ്റ്റ് ചോദിക്കും മക്കളെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. ഇത് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ ഇത്. ഓക്കെ, അതായത് നിങ്ങളുടെ സിലബസ് മാറുന്നതിന് മുമ്പ്, അതായത് അപ്പോഴും നിങ്ങൾക്ക് സിലബസ് മാറിൻ്റെ 2 വർഷം മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. സോ നോക്കിക്കോ, ദ ഡയഗ്രാം റിപ്രസെന്റ് ദ ഗാൽവാനിക് സെല്ല്. ഓക്കെ, ഇത് തന്നിരിക്കുന്ന ഡയഗ്രാം എന്താണ് മക്കളെ? ഗാൽവാനിക് സെൽ. ഈ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞ സാധനം ആരാ? നമ്മൾ മറ്റവനാണ്. ആരാടാ? ഇലക്ട്രോ കെമിക്കൽ സെൽ കേട്ടോ. ഓനെ പറയാം കേട്ടോ ഗാൽവാനിക് സെല്ല്. ഡാനിയൽ സെല്ലൊക്കെ പറയും, അതൊക്കെ ആരാണടാ? യെസ്, ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്, മനസ്സിലാക്കട്ടോ. അപ്പം പ്രോസസ് ഒക്കെ ആരാ സെല്ലായിരിക്കും? ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഓക്കെ അല്ലേ? പിന്നെ ഗാൽവാനിക് സെൽ, ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ആരാണ്? സിങ്ക് കോപ്പർ സെല്ലാണ് ഡാനിയൽ സെൽ എന്ന് പറയും. ഓക്കെ അല്ലേ? ജസ്റ്റ് നിങ്ങൾ പഠിച്ചു, +2 പഠിച്ചു. ഓക്കെ അല്ലേ? സോ നോക്കാം, നമുക്ക് ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതൊരു ഗാൽവാനിക് സെല്ല് മനസ്സിലായിട്ടോ. നിങ്ങൾ നോക്കിക്കോട്ടോ, വിച്ച് മെറ്റൽ A and B മക്കളെ നോക്കിക്കോട്ടോ. ഇതൊരു ബീക്കർ ഉണ്ട് അല്ലേ? ഇവിടെ ബീക്കറൊക്കെ ഉണ്ട് കേട്ടോ. ഈ കറുപ്പായത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം മക്കളെ. ഇതെന്താണെടാ? ഒരു ബീക്കറാണ്. ഇത് അവിടുത്തെ ഒരു ബീക്കറാണ്. എടാ ഈ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള CuSO4 എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ ആരാണ് മക്കളെ? FeSO4 എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നിങ്ങൾ ചോദിക്കോളൂ കേട്ടോ മക്കളെ. ഈ ഒരു FeSO4 എന്ന് പറഞ്ഞ സൊല്യൂഷനിൽ ആരെ കൊണ്ട് പ്ലേസ് ചെയ്തോടാ? Fe എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോഡിനെ കൊണ്ട് പ്ലേസ് ചെയ്യണം. എന്താ ഞാൻ പറഞ്ഞത്? ഇവിടെ പ്ലേസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞത് എന്തുകൊണ്ടാണ് F ഇടാൻ കാരണം പറഞ്ഞത് മക്കളെ. നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ല് പഠിച്ചിട്ടുണ്ട്. ഏതാണോ സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്, ഏതാണോ സൊല്യൂഷൻ അഥവാ ഏതാണോ ലായിനി ഉപയോഗിക്കുന്നത്, ആ ലായിനിയുടെ ഇലക്ട്രോഡ് അഥവാ ആ സൊല്യൂഷന്റെ ഇലക്ട്രോഡ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അതായത് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷനാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ കോപ്പർ എന്ന് പറഞ്ഞ ഇലക്ട്രോഡ് മുക്കി വെക്കണം. എടാ സിങ്ക് SO4 ആണെങ്കിൽ അവിടെ സിങ്ക് എന്ന് പറഞ്ഞ ഇലക്ട്രോഡ് മുക്കി വെക്കണം. എടാ ഇനി MgSO4 ആണെങ്കിൽ മഗ്നീഷ്യം എന്ന് പറഞ്ഞ ഇലക്ട്രോഡ്. അതായത് ഏത് ലായിനിയാണോ, അതായത് ഏത് ഇലക്ട്രോലൈറ്റ് ആണോ ഉപയോഗിക്കുന്നത് അതിനനുയോജ്യമായിട്ട് അതേ ഇലക്ട്രോഡ് വേണം അതിലെന്ത് ചെയ്യുന്നതാ മുക്കി വെക്കേണ്ടത്, ഡിപ്പ് ചെയ്യേണ്ടത്. അതാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ മെയിൻ ഐഡിയ വേണ്ടത്. ഏത് ഇലക്ട്രോഡാണോ മുക്കി വെക്കുന്നത്, ഏത് കാർബൺ ദണ്ടാണോ മുക്കി വെക്കുന്നത്, അതേ സൊല്യൂഷൻ അഥവാ അതേ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. നിങ്ങൾ ആലോചിച്ചോക്ക്, സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ലായനിയിൽ അയേൺ മുക്കി വെച്ച എന്താ അവസ്ഥ? ഒന്നും നടക്കൂല അവിടെ, ഒരു റിയാക്ഷൻ അവിടെ നടക്കൂല. അപ്പൊ അതാ പറഞ്ഞത്, ഇലക്ട്രോ കെമിക്കൽ സെല്ല് അഥവാ ഗാൽവാനിക് സെല്ലുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഇലക്ട്രോഡാണോ ഉപയോഗിക്കേണ്ടത് ആ ഇലക്ട്രോഡിന് അനുയോജ്യമായിട്ടുള്ള ലായിനി അഥവാ സൊല്യൂഷൻ വേണം അവിടെ ഉപയോഗിക്കാൻ. റെഡിയാണോ? അങ്ങനെയാണ് മക്കളെ. ഇവിടെ ആരാടാ? FeSO4 ആണ്. അങ്ങനെയാണ് മക്കൾ അവിടെ മുക്കി വെക്കേണ്ടത് ഏതായിരിക്കും? FeSO4 ആണെങ്കിൽ, അയേൺ സൾഫേറ്റ് ആണെങ്കിൽ അവിടെ മുക്കി വെക്കുന്ന ഏത് ഇലക്ട്രോഡ് ആയിരിക്കും? യെസ്, അയേൺ തന്നെയായിരിക്കും. ഐഡിയ കിട്ടിയോ? അങ്ങനെ നിങ്ങൾ പറയടാ, കോപ്പർ സൾഫേറ്റിൽ മുക്കി വെക്കുന്നത് മഗ്നീഷ്യം ആണോ, സിങ്ക് ആണോ? അല്ല, പിന്നെ ആരാണ്? കോപ്പർ ആണ്.
ഓക്കെ അല്ലേ? അപ്പം കൂടെ നോക്കി ഒന്നാമത്തെ ഉത്തരം കിട്ടി. മെറ്റൽ എ ഏതാണ്? യെസ് Fe. മെറ്റൽ ബി ഏതാണ്? കോപ്പർ. ഇതാണ് ഐഡിയ വേണ്ടത് കേട്ടോ. സോ നോക്കിക്കോ, വിച്ച് മെറ്റൽ ആക്ടസ് ആനോഡ്? ഏതായിരിക്കും ആനോഡ്? ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ട്രിക്ക് ഉണ്ട് ഇതിനൊക്കെ മക്കളെ. റിയാക്ടിവിറ്റി ഒരു ഞാൻ പറയുന്ന പേര് മക്കളെ ഏത് സെല്ലാണ് ഇപ്പൊ പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെൽ അഥവാ വൈദ്യുത രാസ സെൽ കേട്ടോ മക്കളെ. അതിൽ തന്നെ റിയാക്ടിവിറ്റി കൂടിയ ആൾ എപ്പോഴും എന്തായിരിക്കൂടാ? ആനോഡായിരിക്കും. അങ്ങനെയാണ് മക്കളെ ആനോഡിന്റെ ചാർജ് എന്താടാ? നെഗറ്റീവ്. അവിടെ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണമാണ്. ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം നടക്കുന്ന ആളുകൾ മക്കളെ എന്ത് കാര്യമാണ്? റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സീകാരിയാണ്. എന്താടാ? റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സീകാരി. റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സീകാരി. റെഡിയാണോ? നോക്കിക്കോ. റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള ആള് ആനോഡാണെങ്കിൽ ഓന്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഓനടാ ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ ആണ്. അങ്ങനെയാണ് മക്കളെ ഓൻ എന്തായിരിക്കോടാ? റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സീകാരിയാണ്. അങ്ങനെ നിങ്ങൾ പറയട്ടോടാ. റിയാക്ടിവിറ്റി കുറഞ്ഞ ആള് എന്തായിരിക്കോടാ? കാഥോഡായിരിക്കും. കാഥോഡാണെങ്കിൽ ഓന്റെ ചാർജ് എന്തായിരിക്കോടാ? പോസിറ്റീവ് ആണ്. മക്കളെ ഓൻക്ക് എന്ത് നടക്കൂടാ? റിഡക്ഷൻ അഥവാ നിരോക്സീകരണം നടക്കും. റിഡക്ഷൻ അഥവാ നിരോക്സീകരണം നടക്കുകയാണെങ്കിൽ ഓൻ എന്ത് ഏജന്റ് ആയിരിക്കോടാ? യെസ് എന്തായിരിക്കോടാ? ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സീകാരിയായിരിക്കും. റെഡിയാണോ? സാധനം കഴിഞ്ഞു. ഇനി മക്കളെ റിയാക്ടിവിറ്റി സീരീസ് ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കോട്ടോ. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആരടാ? പൊട്ടാസ്യം മക്കളെ. പിന്നെ ആരടാ? സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കല്, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, AgAu. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ ഇതിൻ്റെ എങ്ങനെയാടാ? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. മക്കൾ കോഡ് കേട്ടോ. കനകന്റെ മകൾ സിങ്കി ഫെനിസന്റെ കൂടെ പബ്ബിൽ പോയി ഹായ് കൂയ് ആകെ പോയി. മക്കളെ കോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രോ കെമിസ്ട്രിന്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്ന ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അത് മറക്കാതെ പോയിട്ട് മക്കൾ എന്ത് ചെയ്യുക? പുതുതായിട്ട് വന്ന മക്കളാണ് അത് കണ്ടിട്ട് എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ നോക്കിക്കോട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോ വിച്ച് മെറ്റൽ ആക്ടസ് ആനോഡ്? മക്കളെ ഇവിടെ ഏതൊക്കെയുണ്ട്? അയൺ ഉണ്ട്, കോപ്പർ ഉണ്ട്. അങ്ങനെയാണ് റിയാക്ടിവിറ്റി കൂടിയ ആൾ എപ്പോഴും എന്തായിരിക്കോടാ? ആനോഡായിരിക്കും. ഇനി നോക്കിക്കോ, അയണിനായിരിക്കോ കോപ്പറിനായിരിക്കോ റിയാക്ടിവിറ്റി കൂടുതൽ? അയൺ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? കോപ്പർ. സോ അങ്ങനെയാണ് റിയാക്ടിവിറ്റി കൂടിയ ആൾ എപ്പോഴും ആരായിരിക്കോടാ? ആനോഡായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണ് മക്കളെ ഈ ക്വസ്റ്റിന് ഉത്തരം എന്തായിരിക്കും? ആനോഡ് ആരായിരിക്കോടാ? യെസ് അയൺ ആയിരിക്കും. Write down the equation reduction reaction taking place in the cell. മക്കളെ അപ്പോൾ മക്കളെ ആനോഡ് ബനാണ് സംഭവിച്ചു. ശരി, ആനോഡ് അയണ കാരണം പോസിറ്റീവ് ചാർജ് കിട്ടി, റിയാക്ടിവിറ്റി കൂടുതലാ. അങ്ങനെ മക്കളെ കോപ്പർ ആരാണടാ? യെസ് കോപ്പർ ആരാണടാ? കാഥോഡായിരിക്കും. ചാർജ് എന്തായിരിക്കോടാ? യെസ് ഓൻ്റെ എന്തായിരിക്കോടാ? പോസിറ്റീവ്. റെഡിയാണോ? ആനോഡ് ഇവിടെ ആനോഡ് നെഗറ്റീവ് കേട്ടോടാ. സോ ആനോഡ് ഇവിടെ എന്താണ്? നെഗറ്റീവ് കേട്ടോ. ഓക്കെ, ആനോഡ് നെഗറ്റീവ് കേട്ടോ. ആനോഡ് നെഗറ്റീവ് കേട്ടോ. ആനോഡ് നെഗറ്റീവാണ്, കാഥോഡ് എന്താണ്? പോസിറ്റീവ്. ഓക്കെ, ഇവിടെ കറക്റ്റ് നമ്മൾ എഴുതിയത്. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ നോക്കിക്കോ. അപ്പോൾ ആനോഡ് മക്കളെ നെഗറ്റീവ്, കാഥോഡ് എന്താണ്? പോസിറ്റീവ് കേട്ടോ. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഡൗൺ ഇക്വേഷൻ ടേക്കിംഗ് റിഡക്ഷൻ അല്ലെ, നിരോക്സീകരണ സമവാക്യം ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ നിരോക്സീകരണം അഥവാ കാഥോഡിലാണ് എപ്പോഴും എന്തായിരിക്കോടാ? റിഡക്ഷൻ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മക്കളെ കോപ്പർ എന്ന് സംഭവിക്കൂടാ? റിഡക്ഷൻ സംഭവിക്കുന്നു. റെഡിയാണോ? കോപ്പർ സംഭവിക്കുന്നു, റിഡക്ഷൻ. അപ്പോൾ നമുക്ക് റിഡക്ഷൻ ഇക്വേഷൻ ചെയ്ത് നോക്കടാ. കോപ്പർ 2++2 ഇലക്ട്രോൺ മൈനസ് ക്യൂസ് എന്താണ്? കോപ്പർ കേട്ടോ. ഇതാണ് റിഡക്ഷൻ്റെ സമവാക്യം കേട്ടോ. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഡി ക്വസ്റ്റ്യന് ദിശ കണ്ടെത്താൻ, ഇലക്ട്രോണിന്റെ ഫ്ലോന് ദിശ കണ്ടെത്താൻ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ളൂ കേട്ടോ. ആനോഡിന് എന്ത് സംഭവിക്കുക?
ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് നല്ലതുപോലെ വൃത്തിയായി നോക്കണം കേട്ടോടാ. ആനോഡിൽ സംഭവിക്കുക നമ്മൾ പറഞ്ഞു ഓക്സിഡേഷനാണ്. ഓക്സിജൻ എന്താ? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ നഷ്ടപ്പെടുക. അതാണ് എന്ത്? ആനോഡ് അല്ലേ. ആ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ഇങ്ങനെ പോയി അല്ലേ. ആ നഷ്ടപ്പെട്ട ആനോഡിൽ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ അല്ലേ. ആനോഡിൽ എന്താണ്? ഓക്സിഡേഷൻ, ഓക്സീകരണം. ഓക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ നഷ്ടപ്പെടുക. ആ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ അങ്ങനെ പോയി എവിടുക്കത്തോടാ? യെസ്, എവിടുക്കത്തോടാ? കാഥോഡിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ പോയിന്റ് പറഞ്ഞുതരാ. എടാ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലില് ഇലക്ട്രോണിന്റെ ഫ്ലോ എപ്പോഴും എവിടുന്നായിരിക്കും മക്കളെ? ആനോഡിൽ നിന്ന് അല്ലേ. ആനോഡിൽ നിന്ന് മക്കളെ എങ്ങോട്ടായിരിക്കും? കാഥോഡിലേക്കായിരിക്കും. ഓക്കെ അല്ലേ. സോ അങ്ങനെയാണ് മക്കളെ കറണ്ട് അഥവാ വൈദ്യുതിൻ്റെ അപ്പോൾ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കോടാ? നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഫിസിക്സിൽ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹീറ്റ് ആൻഡ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. ഓക്കെ മക്കൾ, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിൻ്റെ ദിശയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിപരീത ദിശയായിരിക്കും ആർക്കുണ്ടാവുക? കറണ്ടിന് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആനോഡ് നിന്ന് കാഥോഡാണെങ്കിൽ മക്കളെ കറണ്ടിൻ്റെ ഫ്ലോ അല്ലേ, വൈദ്യുതിയുടെ ഫ്ലോ എന്തായിരിക്കും മക്കളെ? യെസ്, കാഥോഡിൽ നിന്ന് കാഥോഡിൽ നിന്ന് എങ്ങോട്ടായിരിക്കൂടാ? ആനോഡിലേക്ക്. കാഥോഡിൽ നിന്ന് ആനോഡിലേക്കായിരിക്കും. റെഡി ആണോ? സംഭവം കഴിഞ്ഞു കേട്ടോ. ഓക്കെ അല്ലേ. സോ ഇനി മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. ഇത് ആക്ച്വലി ഒരു കോപ്പറിനെ അല്ലേ, ഇത് കണ്ടെത്തുന്ന മക്കളെ ഏതായിരിക്കും? വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. അതായത് കോപ്പർ റോഡിനെ ആര് വെച്ചിട പ്ലേറ്റ് ചെയ്യുന്നു? അയൺ ബാങ്കിൾ അല്ലേ. അതായത് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യണം ഇങ്ങോട്ട് അയൺ ബാങ്കിളിലേക്ക്. അതായത് ഇരുമ്പ് വളയിലേക്ക് ആരെ കൊണ്ടുവെക്കുക? കോപ്പറിനെ പൂശുക. എടാ കോപ്പറിന് ആർക്ക് പൂശടാ? മറ്റേ അയൺ ബാങ്കിൽ അഥവാ ഇരുമ്പളക്ക് പൂശുക. റെഡിയാണോ? ഈ സാധനം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നോക്കുക. വിച്ച് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോലൈറ്റ്? മക്കളെ ഇവിടെ കോപ്പർ എന്ന് പറഞ്ഞ റോഡല്ലടാ. നമ്മൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ഇലക്ട്രോഡ് ഏതാണ്? കോപ്പർ. ശരി, ആ കോപ്പറിന് അനുയോജ്യമായിട്ടുള്ള ലായനിയാണ് അവിടെ വെക്കാൻ. നമ്മൾ ഏത് ലോഹത്തിലേക്കാണോ, ഏത് ലോഹമാണോ, ഏത് ഇലക്ട്രോഡാണോ പൂശുന്നത്, ആ ഇലക്ട്രോഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ലായനിയിലായിരിക്കണം അയൺ ബാങ്കിൾ അഥവാ ഇരുമ്പ് വളയനെയും അതുപോലെ തന്നെ ആ ഏത് ഇലക്ട്രോഡാണോ അതിലേക്ക് പൂശേണ്ടത് ആ ഇലക്ട്രോഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ലായനി അഥവാ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. മനസ്സിലാക്കണ സാധനം. റെഡിയാണോ? ആ കോൺസെപ്റ്റ് വൃത്തിയായിട്ട് നോക്കണം. എടാ ഏത് ഇലക്ട്രോഡാണോ ഞാൻ അയൺ ബാങ്കിളിലേക്ക് പൂശുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോഡ് അനുയോജ്യമായിട്ടുള്ള ലായനി അഥവാ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം ആ ബീക്കറിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ മക്കളെ ഇവിടുത്തെ ഇലക്ട്രോഡ് ആരാണ്? കോപ്പർ അല്ലേ. അപ്പൊ കോപ്പർ അനുയോജ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് അഥവാ ലായനി ഏതായിരിക്കൂടാ? കോപ്പർ സൾഫൈറ്റ്. ആരായിരിക്കൂടാ? കോപ്പർ സൾഫൈറ്റ്. റെഡിയാണോ? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. രാസമാറ്റത്തിന് വിധേയമാകുക. എങ്ങനെയാണ്? കാഥോഡാണ് മക്കളെ. ഇലക്ട്രോ പ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം ഏത് സെല്ലിന്റെ ആപ്ലിക്കേഷൻ ആണടാ? ഇലക്ട്രോലിറ്റിക് സെൽ അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലിന്റെ ആപ്ലിക്കേഷനാണ്. മനസ്സിലാക്കണം. അപ്പം മക്കളെ ഇത് ആക്ച്വലി ഈ ഒരു കാർബൺ റോഡ് ഇവിടെ കോപ്പർ റോഡ് മക്കളെ എന്താണ്? പോസിറ്റീവാണ് ഘടിപ്പിച്ചത്. എടാ പോസിറ്റീവ് ആണെങ്കിൽ അത് ഏതായിരിക്കൂടാ? ആനോഡായിരിക്കും. മക്കളെ എന്തുകൊണ്ടാണ് ആനോട് പറയാൻ കാരണം ഇത് ഏതാണടാ? ഇലക്ട്രോലിറ്റിക് സെൽ അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലാണ്. എടാ വൈദ്യുത വിശ്ലേഷണ സെല്ലിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണടാ വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയും. ഓക്കെ, സോ അങ്ങനെയാണ് മക്കളെ പോസിറ്റീവ് ഇലക്ട്രോ പ്ലേറ്റിംഗിൽ അഥവാ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ് ഏതാണ്? ആനോഡാ. അപ്പൊ മക്കളെ നെഗറ്റീവ് ആയിട്ടുള്ളവൻ അപ്പം എന്തായിരിക്കൂടാ? യെസ് പറയും, കാഥോഡായിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കൂടാ? കാഥോഡ്. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടുന്ന് ആനോഡിൽ കോപ്പർ ഇങ്ങനെ അയോൺസ് ഇങ്ങനെ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്ത അയോൺസ് ഇങ്ങനെ പോയി എവിടെ ഒന്ന് അട്രാക്ട് ചെയ്യടാ? അയൺ ബാങ്കിലേക്ക്. അപ്പോൾ അയൺ ബാങ്കിൽ ഏത് ഇലക്ട്രോൺ സ്വീകരിക്കുന്നത്? കോപ്പറിനെ. മക്കളെ കാഥോഡ് കോപ്പറിൻ്റെ ഇലക്ട്രീഷൻ പറയടാ. കാഥോഡിലും സംഭവിക്കുന്ന നിരോക്സീകരണം അല്ലേ? പറയും കോപ്പർ 2++2 ഇലക്ട്രോൺ ഗീവ്സ് എന്താടാ? കോപ്പർ. കാരണം എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോണ് അല്ലേ, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോണ് നേരെ ഇങ്ങനെ പോയി അങ്ങോട്ട് പോയി അട്രാക്ട് ചെയ്യുന്നത്. യെസ്,
അയൺ ബാങ്ക്. കാരണം ആനോഡിൽ ഓക്സീകരണ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു അല്ലെ, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെടുന്ന ഇലക്ട്രോൺ ഇവിടെ ഒരുപാട് കോപ്പർ ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ടാവും. ഈ കോപ്പർ ഇലക്ട്രോൺ ഇങ്ങനെ പോയി എവിടേക്കെത്തോടാ അയൺ ബാങ്കിൾ അഥവാ ഇരുമ്പ് വളയിലേക്ക് എത്തും. സോ അവരെന്ത് ചെയ്യും, തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു. പിന്നെ അയൺ ബാങ്കിൽ എന്തായി മാറുന്നടാ, കോപ്പർ ബാങ്കിലായി മാറുന്നു. സംഭവം സെറ്റാണോ, ഇലക്ട്രോപ്ലേറ്റിംഗ് സെറ്റായി. നെക്സ്റ്റ് ചോദിക്കോ, വിച്ച് മെറ്റൽ അമോങ് ദ ഫോളോവിങ് വിഗറസ്ലി റിയാക്ട് വിത്ത് ഡൈലൂട്ട്, അല്ലെങ്കിൽ നേരത്തെ ഡൈലൂട്ട് മീൻസ് എന്താണ്, നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് മക്കളെ ഏതായിരിക്കോടാ, മെഗ്നീഷ്യം ആയിരിക്കും. കാരണം ഇവിടെ അയൺ, സിങ്ക്, പിന്നെ അതുപോലെ തന്നെ ലെഡ് നോക്കി കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ആയിരിക്കണം മെഗ്നീഷ്യത്തിന്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ ആൾ പെട്ടെന്ന് വിഗറസ്ലി റിയാക്ട് ചെയ്യുന്നു. ഇതൊക്കെ പക്ക സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. what the chemical reaction take place when metal and dilute HCl അല്ലേ, അതായത് മെറ്റലും നേർപ്പിച്ച HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ എന്ത് ചെയ്തു, റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻ ഏതാണ് പറഞ്ഞാൽ ഞാൻ റെഡി ആക്കി തരാം കേട്ടോ മക്കളെ. ഇവിടെ ആദ്യം ഞാൻ എന്ത് ചെയ്തോടാ, മെഗ്നീഷ്യം എന്ന് പറഞ്ഞ മെറ്റൽ എടുത്തു. കാരണം മെഗ്നീഷ്യം മെറ്റലാണെന്ത് പെട്ടെന്ന് അല്ലെ വിഗറസ്ലി ആരുമായി റിയാക്ട് ചെയ്യുന്നത്, ഡൈലൂട്ട് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. മക്കളെ മെഗ്നീഷ്യം ആരുമായി റിയാക്ട് ചെയ്തോടെ, HCl-ഉമായിട്ട് റിയാക്ട് ചെയ്തു. ഓക്കെ മക്കളെ, എന്ത് കിട്ടിയടാ, മെഗ്നീഷ്യം ക്ലോറൈഡ് അഥവാ MgCl2 കിട്ടി. കൂടാതെ മക്കളെ ഏത് ഗ്യാസ് ലിബറേറ്റ് ചെയ്തോടാ, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്തു. ഒരു മെറ്റൽ ആസിഡുമായി റിയാക്ട് സമയത്ത് ഏത് വാതകമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറയണം അത് ഏത് ഗ്യാസ് ആയിരിക്കടാ, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ് അല്ല, പൊട്ടത്തരം വിളിച്ചു പറയരുത്. ഏതായിരിക്കോടാ, ഹൈഡ്രജൻ ഗ്യാസ്. കാരണം ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ, 9ാം ക്ലാസ്സിൽ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. റെഡിയാണോ? അപ്പം മക്കളെ ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. മെഗ്നീഷ്യം എന്ന് പറഞ്ഞ ചെറുക്കം ഈ HCl എന്ന് പറഞ്ഞ ആസിഡാണ്, മനസ്സിലാക്കണം. ഇനി പഠിച്ചിട്ടില്ല എന്ന് പറയരുത്. കാരണം 7ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് HCl ആസിഡാണ് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ HCl പ്രിപ്പറേഷൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. റെഡിയാണോ? അപ്പോൾ മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ MgCl2 കിട്ടും, ഹൈഡ്രജൻ കിട്ടും. ഇത് ബാലൻസ് ആണോ? ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്, ഇവിടെ എത്ര ക്ലോറിൻ ഉള്ളൂ, ഒറ്റ ക്ലോറിൻ ഉള്ളൂ. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ എത്ര ഒറ്റ ഹൈഡ്രജൻ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 HCl എടുക്കുന്നു. ഇപ്പൊ ബാലൻസാ, കാരണം 2 ഹൈഡ്രജൻ 2 ക്ലോറിൻ, ഇവിടെ 2 ഹൈഡ്രജൻ 2 ക്ലോറിൻ. മക്കളെ ഇവിടെ ഒരു മെഗ്നീഷ്യം, ഇവിടെ ഒരു മെഗ്നീഷ്യം. സാധനം സെറ്റ്, ബാലൻസ് സമീകരണമായി. സെറ്റാണോ? ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. അതാ സെയിം ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങോട്ട് നോക്കിക്കോ, ഏത് ലോഹം, ഒരു ലോഹം ഒരു ഡൈലൂട്ട് ആസിഡ് അല്ലെങ്കിൽ നേർപ്പിച്ച ആസിഡുമായിട്ട് ജസ്റ്റ് റിയാക്ട് സമയത്ത് ഏത് ഗ്യാസ് ഉണ്ടാവുക ഞാൻ പറഞ്ഞിട്ടില്ല. ഏതായിരിക്കോടാ, ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഏത് ഗ്യാസ് ആയിരിക്കോടാ, ഹൈഡ്രജൻ ഗ്യാസ് കേട്ടോ. ഓക്കെ അല്ലേ? സോ അങ്ങോട്ട് നോക്കിക്കോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദി ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് കണ്ടക്റ്റഡ്. കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഴയത് ഇന്നത്തെ ഈ സെക്ഷന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സമയത്ത് വൃത്തിയായിട്ട് സോഡിയം ക്ലോറൈഡിന്റെ അയോൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ ദ സോഡിയം ക്ലോറൈഡ്? ഏതൊക്കെയാണ് ഒരു മോൾട്ടൺ NaCl ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, പറയും Na+ഉം പിന്നെ അതുപോലെ എന്താടാ Cl-. റെഡിയാണോ? വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ഓൺ ദ പോസിറ്റീവ് ഇലക്ട്രോഡ്? റെഡിയാണോ? ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്. റെഡിയാണോ? NaCl-നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ എന്ത് കിട്ടും, Na+ഉം Cl-ഉം. റെഡിയാണോ? പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതായിരിക്കും, ആനോഡ് ആയിരിക്കും. നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും, കാഥോഡ് ആയിരിക്കും. കാരണം മക്കളത് ഏതാടാ, ഇലക്ട്രോലിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണമാണ്. വൈദ്യുത വിശ്ലേഷണമാണ് ഇവിടെ ഉപയോഗിക്കുന്ന സെല്ല് ഏതാടാ, വൈദ്യുത വിശ്ലേഷണ സെല്ല്, ഇലക്ട്രോലിറ്റിക് സെല്ല്. അങ്ങനെയാണ് അവിടെ ആനോഡ്, പോസിറ്റീവ്, കാഥോഡ്, നെഗറ്റീവ്. റെഡിയാണോ? ഇവിടെ പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലേ. പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ് ആനോഡിൽ. അപ്പൊ ആനോഡിലേക്ക് ആരോ ഒന്ന് അട്രാക്ട് ചെയ്യടാ, ക്ലോറിനെ ഒന്ന് അട്രാക്ട് ക്ലോറിൻ ഒന്ന് ഇവിടെ അട്രാക്ട് ചെയ്തു. സോ ഏത് ഗ്യാസ് ഉണ്ടായിടാ, ക്ലോറിൻ ഗ്യാസ്. ക്ലോറിൻ അട്രാക്ട് ചെയ്ത ഗ്യാസ് ആയിക്കോട്ടെ, ക്ലോറിൻ ഗ്യാസ്. കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ്. മക്കളെ കാഥോഡ് നോക്കിക്കോ. അപ്പൊ ആനോഡിലേക്ക് ക്ലോറിൻ വന്നു. അപ്പൊ മക്കളെ Na+ എടുക്കുന്നുടാ കാഥോഡ്. കാരണം കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ്. അപ്പൊ Na+ ഇവിടെ ഒന്ന് അട്രാക്ട് ചെയ്തു. യെസ്, ഇവിടെ ഒന്ന് അട്രാക്ട് ചെയ്തു. അങ്ങനെ മക്കളെ കാഥോഡിൽ എന്ത് സംഭവിക്കുക, നിരോക്സീകരണം അഥവാ റിഡക്ഷൻ ആണ്. കാരണം മക്കളെ സോഡിയം ഒന്ന് അട്രാക്ട് ചെയ്തു കാഥോഡിലേക്ക്. അപ്പൊ സോഡിയത്തിന് സംഭവിക്കുന്നു മക്കളെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിക്കുന്നു. Na++, 1 ഇലക്ട്രോൺ മൈനസ് gives എന്താണ്, സോഡിയം. റെഡിയാണോ? പരിപാടി കഴിഞ്ഞു കേട്ടോ. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോ. വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ടു ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ഓൺ അയൺ ബാങ്കിൾ? ഞാൻ ഇവിടെ കുറച്ച് മുമ്പ് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇലക്ട്രോപ്ലേറ്റിംഗിൽ ഏത് ഇലക്ട്രോഡാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഇലക്ട്രോഡാണോ പൂശുന്നത്, അയൺ ബാങ്കിൾ അഥവാ ഇരുമ്പ് വളയിലേക്ക് ഏത് ഇലക്ട്രോഡാണോ പൂശുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള സൊല്യൂഷൻ അഥവാ ഇലക്ട്രോലൈറ്റ് വേണം വെക്കാന്. സോ അങ്ങനെ മക്കളെ ഇവിടെ ഏതാ പൂശുന്ന ലോഹം അഥവാ ഏതായിരിക്കും, സിൽവർ ആണ്. മക്കളെ സിൽവർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താ, ഒന്നെങ്കിൽ സിൽവർ സൈനൈഡ് അഥവാ AgCN എഴുതാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതടാ AgNO3 അഥവാ സിൽവർ നൈട്രേറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, എഴുതാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് എഴുതിച്ചാൽ 1 മാർക്ക് കിട്ടും. റെഡിയാണോ?
വാട്ട് ഈസ് എനർജി ടേക്ക് പ്ലേസ് ഇൻ ഗാൽവാനിക് സെല്ല്? ഗാൽവാനിക് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. ഏതാടാ? ഇലക്ട്രോ കെമിക്കൽ സെല്ല്. എടാ ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്തായിരിക്കും ഊർജ്ജമാറ്റം? യെസ്, രാസ ഊർജ്ജം എന്തായി മാറുന്നു? വൈദ്യൂർജ്ജം. പറയടാ, കെമിക്കൽ എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയി മാറുന്നു. നോക്കിക്കോ വീണ്ടും. ഉരുകിയ സോഡിയം ക്ലോറൈഡ് ഈസ് ഇലക്ട്രോലൈസ്ഡ്. വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്? കുറച്ചു മുമ്പ് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. സോ മറ്റേതിനൊക്കെ ചെയ്യാം മക്കൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം മെറ്റൽസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. ഏതൊക്കെ? കുറച്ച് ലോഹങ്ങൾ തന്നിരിക്കുന്നു. Fe, Mg, Cu, Pb, Zn അല്ലേ? Fe എന്ന് പറഞ്ഞ അയൺ ആണ്, Mg എന്ന് പറഞ്ഞ മെഗ്നീഷ്യം ആണ്, Cu എന്ന് പറഞ്ഞ കോപ്പർ ആണ്, Pb ലെഡ് ആണ്, പിന്നെ അതുപോലെ Zn എന്ന് പറഞ്ഞ സിങ്ക് ആണ്. വിച്ച് മെറ്റൽ എമോങ് ദ റിയാക്ട് വിഗറസ്ലി വിത്ത് ഡൈലൂട്ട് ആസിഡ്? എടാ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കടാ? മെഗ്നീഷ്യത്തിനല്ലേ? നമ്മൾ പഠിച്ചു കനക മകൾ സിംഗിലെ കനക പൊട്ടാസ്യം ഉണ്ടോ? ഇവിടെ ഇല്ല. സോഡിയം ഉണ്ടോ? ഇല്ല. പിന്നെ അവിടെ മെഗ്നീഷ്യം ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പം മക്കൾ ആരായിരിക്കും? മെഗ്നീഷ്യം. അപ്പം മക്കളെ ഏതായിരിക്കും? മെഗ്നീഷ്യം. വിച്ച് ഗ്യാസ് ഇസ് ലിബറേറ്റഡ് ഓൺ ദിസ്? എടാ ഒരു മെറ്റൽ ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഗ്യാസാ? ഹൈഡ്രജൻ ഗ്യാസ്. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. റെഡിയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. കുറച്ച് ഒരു സൊല്യൂഷൻ വന്നിട്ടുണ്ട്. ZnSO4 ഉണ്ട്, ഇവിടെ അയൺ ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ എന്താണെടാ? ഒരു ZnSO4 എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ട്. അതിലേക്ക് മക്കളെ അയൺ മുക്കി വെക്കാണ് മക്കൾ. നെക്സ്റ്റ് എന്താണ്? അയൺ സൾഫേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷനിലേക്ക് വീണ്ടും ആരെ മുക്കി വെക്കാണ്? അയണിനെ മുക്കി വെച്ചിട്ടുള്ളൂ മക്കളെ. കോപ്പർ സൾഫേറ്റിലേക്ക് മക്കൾ ആരെ മുക്കി വെക്കുന്നതാ? അയണിനെ മുക്കി വെക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക് കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ആർക്കാ വരിക പറഞ്ഞതാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ സിങ്ക് എന്ന് പറഞ്ഞ സൊല്യൂഷൻ എടുത്തിട്ടുള്ളത്. ഇവിടെ സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ എടുത്തിട്ടുള്ളത്. റെഡിയാണോ? എടാ അവിടെ റിയാക്ടിവിറ്റി അയണിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയ ഒരു ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. അതായത് അയൺ എന്നാണ് അതിൽ ഡിപ്പ് ചെയ്യുന്നത്. അതിന് ഡിപ്പ് ചെയ്യുന്നത് അല്ലേ? ഇപ്പം 3 സൊല്യൂഷനിലും ഡിപ്പ് ചെയ്യുന്ന അല്ലേ ഒരു ഇലക്ട്രോഡ് അല്ല, ഇവിടെ ആരാണ്? ഇരുമ്പിൻ്റെ ആണിയാണ് കേട്ടോ. അപ്പം 3 സൊല്യൂഷൻ ഉണ്ട്. 3 സൊല്യൂഷനിലും ഡിപ്പ് ചെയ്യുന്നത് ആരാണ്? അയൺ അഥവാ ഒരു ഇരുമ്പിൻ്റെ വസ്തുവാണ്. ഇതിൽ 3 സ്ഥലത്ത് മുക്കി വെക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക് കേട്ടോ. ഫസ്റ്റത്തിൽ ആരാണ്? ZnSO4 ആണ്. എടാ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സിങ്ക് സൾഫേറ്റിൽ ഏത് എലമെന്റ് ഉള്ളത്? സിങ്ക് ആണ് ഉണ്ടാവുക. ആലോചിച്ച് നോക്ക്. സിങ്കിന് അയണിനെക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണോ കുറവാണോ? യെസ്, കൂടുതലാണ് കേട്ടോ. അപ്പം ഒരു മുക്കി വെക്കുന്നത് സൊല്യൂഷന് റിയാക്ടിവിറ്റി കൂടുതലും. നോക്കിക്കോട്ടോ. സൊല്യൂഷന് ഒന്നാമത്തെ കേസിൽ സൊല്യൂഷൻ്റെ റിയാക്ടിവിറ്റി കൂടുതലും ഡിപ്പ് ചെയ്യുന്ന ഇലക്ട്രോഡിന് ഡിപ്പ് ചെയ്യുന്ന ED എന്ന് പറയുന്നത് ഡിപ്പ് ചെയ്യുന്ന ഇലക്ട്രോഡിന് റിയാക്ടിവിറ്റി കുറവും. ഇവിടെ രണ്ടും സെയിം ആണ്. രണ്ടും അല്ലേ? രണ്ടും അയണിൻ്റെ സൊല്യൂഷൻ അയണ് മുക്കിയേക്കുക. എന്തും മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കോ. ഇവിടെ മക്കളെ മുക്കി വെക്കുന്ന സാധനത്തിന് അതായത് സൊല്യൂഷന് റിയാക്ടിവിറ്റി കുറവാണ്. കാരണം അയണിനാണ് കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതൽ? യെസ്, അയൺ അല്ലേ? അപ്പോൾ മക്കളെ ഇവിടെ സൊല്യൂഷന് റിയാക്ടിവിറ്റി കുറവാണ്. മക്കളെ മുക്കി വെക്കുന്ന ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുന്ന ഇലക്ട്രോഡിന് എന്താണ്? റിയാക്ടിവിറ്റി കൂടുതലാണ്. കാരണം അയണ് കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലല്ലേ? ഇവിടെ മുക്കി വെക്കുന്നതാണ് ഡിപ്പ് ചെയ്യുന്നതാരാണ്? അയൺ അല്ലടാ. സോ സംഭവം അതാ പറഞ്ഞു കേട്ടോ. നിങ്ങൾ നോക്കിക്കോ. ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് അയണിൽ അണ്ടർഗോ കളർ ചേഞ്ച്? രാസമാറ്റം അതായത് നിറമാറ്റത്തിന് വിധേയമാവുന്നത് ഇവിടെ ആർക്കാണ് നോക്കുന്നത്? റെഡിയാണോ? സോ നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടോ. ഇതെന്താണ്? സൊല്യൂഷൻ്റെ റിയാക്ടിവിറ്റി കുറവ്. ഡിപ്പ് ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ റിയാക്ടിവിറ്റി എന്താണ്? കൂടുതൽ. സൊല്യൂഷൻ്റെ ലായിനിയുടെ റിയാക്ടിവിറ്റി കുറവും ഡിപ്പ് ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലുമാണെങ്കിൽ മക്കളെ അവിടെ എന്ത് സംഭവിക്കൂടാ? കളർ ചേഞ്ചിന് പോസിബിലിറ്റി ഉണ്ടാവും. റെഡിയാണോ? കാരണം സൊല്യൂഷന് മക്കളെ വളരെ റിയാക്ടിവിറ്റി കുറവാ. ആ റിയാക്ടിവിറ്റി കുറഞ്ഞ സൊല്യൂഷനിലേക്ക് നല്ല വലിയ പഹിയൻ പോലെ അല്ലേ? വലിയൊരു പഹിയനാണ്. റിയാക്ടിവിറ്റി കൂടി വലിയ പഹിയനായിക്ക് വന്നു കഴിഞ്ഞാൽ ഓൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. റെഡിയാണോ? ഇപ്പം എന്തും വേണ്ട. ക്ലാസ്സിൽ മക്കളെ നല്ലതുപോലെ ശാന്തതയായിട്ടുള്ള മക്കളായിരിക്കും നിങ്ങളൊക്കെ. സോ അങ്ങനെ നല്ല ശാന്തതയായിട്ട് പച്ച പാവങ്ങളായിട്ടുള്ള മക്കളെ നിങ്ങൾക്ക് എന്താണ് ഒരു വലിയ നല്ലതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വലിയൊരാൾ നിങ്ങളെ ക്ലാസ്സിൽ വന്ന് എഴുതിക്കോ മക്കളെ. അപ്പം നിങ്ങളെല്ലാവരും പേടിക്കും. കാരണം നിങ്ങൾക്ക് വളരെ റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ നമ്മളെക്കാട്ടിലും ശക്തം ക്ലാസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കളെ ഓൻ്റെ എഫക്റ്റ് ഉണ്ടാവും അവിടെ ഉണ്ടാവുക.
റെഡിയാണോ? ഇപ്പം എന്നും വേണം നമ്മളൊക്കെ എക്സാമിൻ്റെ സമയത്ത് ആ ക്ലാസ്സിലൊരു എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ടോപ്പർ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ നമ്മളൊക്കെ വരും അതിലുണ്ടാവും. നോക്കിക്കോ, നമുക്ക് മാർച്ച് മാസം അതിൻ്റെ തീരുമാനമാക്കാം. നോക്കിക്കോ എടാ, അങ്ങനെ ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും വലിയ ടോപ്പറാണ് ആ ക്ലാസ് റൂമിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഓൻ്റെ എഫക്റ്റ് അവിടെ നല്ലതുപോലെ ഉണ്ടാവും. അതാ പറഞ്ഞത് ഇവിടെ സൊല്യൂഷന് റിയാക്ടിവിറ്റി വളരെ കുറവാണ്. അതിലേക്ക് റിയാക്ടിവിറ്റി കൂടിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓൻ്റെ എഫക്റ്റ് അവിടെ നല്ലതുപോലെ ഉണ്ടാവും. റെഡിയാണോ? അപ്പോൾ ഡിപ്പ് ചെയ്യുന്ന ആൾക്ക് റിയാക്ടിവിറ്റി കൂടുതലും സൊല്യൂഷൻ എന്തായിരിക്കും റിയാക്ടിവിറ്റി കുറവുമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ സൊല്യൂഷൻ എന്ത് ചെയ്യും, കളർ ചേഞ്ച് ഉണ്ടാവും. ഇവിടെ അങ്ങനെയാണോ നോക്കുക? ഇവിടെ മക്കളെ സൊല്യൂഷന് റിയാക്ടിവിറ്റി കൂടുതലാണ്. നമ്മളെക്കാട്ടിൽ വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളോ, നമ്മളെക്കാളും വരെ സ്ട്രോങ് ആയിട്ട് ആൾ വന്നാൽ മാത്രമേ നമുക്ക് പ്രശ്നം വരുള്ളൂ. നമ്മളെക്കാളും വീക്ക് ആയിട്ട് ആൾ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം സൊല്യൂഷൻ റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ്. നമ്മളെക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫക്റ്റോടെ ഉണ്ടാവില്ല. റെഡിയാണോ? ഒരു എഫക്റ്റോടെ ഉണ്ടാവില്ല. പക്ഷേ നമ്മളെക്കാളും റിയാക്ട് കൂടി ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൊല്യൂഷനാണ് സങ്കല്പിക്കുക, നമ്മളെ സംഭവിക്കുക സൊല്യൂഷൻ സങ്കല്പിക്കുക. നമ്മളെക്കാളും റിയാക്ട് കൂടിയ ഒരാൾ വന്നു കഴിഞ്ഞാലാണ് അവിടെ പ്രശ്നം വരിക, എഫക്റ്റ് ഉണ്ടാവും, കളർ ചേഞ്ച് ഉണ്ടാവും. റെഡിയാണോ? സോ നെയിം ദ റിയാക്ഷൻ, റൈറ്റ് ദ നെയിം ഓഫ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്. അങ്ങനെ ഈ ഒരു റിയാക്ഷൻ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ് കേട്ടോ. ഇത് ബി ക്വസ്റ്റൻ ഔട്ട് ഓഫ് സിലബസ് ആണ്. കാരണം നിങ്ങൾക്ക് സിലബസിൽ ഒരിക്കലും ഡിലീറ്റ് ആകില്ല ആ ക്വസ്റ്റൻ ഒന്നും. കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ട് വരുന്ന മക്കളാണ്, 9ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വന്ന സാധനമാണ്. സോ അതുകൊണ്ട് ഈ റിയാക്ഷൻ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലായിരുന്നു, ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ 2 ടെക്സ്റ്റ് ബുക്കിലില്ല. പക്ഷെ അതൊരിക്കലും ഡിലീറ്റ് ആക്കൂല കേട്ടോ. കാരണം ഇതിന് പറയുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും കേട്ടോ. കാരണം നിങ്ങൾ ഒന്നാമത്തെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാണ്ട്, നിങ്ങൾക്ക് ഒന്നാമത്തെ കോൺസെപ്റ്റ് ഇല്ലേ, ഈ എ ക്വസ്റ്റൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നത് ആ ഗാൽവാനിക് സെല്ല് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കല്ലേ, ആ ടോപ്പിക്കിലുള്ള ഒരു ചെറിയൊരു കാര്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച കുട്ടിയൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. സോ അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ ബി ക്വസ്റ്റൻ ഒരിക്കലും അത് ഡിലീറ്റ് ആക്കില്ല, പഠിച്ചൊല്ലി. ആ റിയാക്ഷൻ്റെ പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ മറ്റേ എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ റീഡിങ്ങിൻ്റെ കേസിൽ ഇത് പറയുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ റീഡിങ്ങിൻ്റെ ബോക്സിൽ ഇത് പറയുന്നുണ്ട്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. മക്കളെ ഇവിടുത്തെ കെമിക്കൽ ഇക്വേഷൻ ഏതാണ്? യെസ്, അയേൺ ആരുമായിട്ട് കൂടിച്ചേരാണ്? അയേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റുമായി കൂടിച്ചേരാണ് മക്കളെ. അപ്പം എന്താ കിട്ടുക? ഈ ഒരു എഫ് ഇങ്ങോട്ട് പോവും, ഈ കോപ്പർ ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടും? Cu പ്ലസ് FeSO4. ഇതിനെ പറയുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെന്റ്. കാരണം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. കോപ്പർ ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു, Fe അങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും കേട്ടോ. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കോ. ദ ഫിഗർ ഓഫ് ദ ഗാൽവാനിക് സെൽ ഈസ് ഗിവൺ ബിലോ. ഓക്കെ അല്ലേ? ഇവിടെ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്? മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്ട് ഇത് ഒരു ഗാൽവാനിക് സെല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഇത് ഏതാണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലും കൂടിയാണ് കേട്ടോ. അപ്പോൾ സിങ്ക് ആണോ കോപ്പർ റിയാക്ടിവിറ്റി കൂടുതൽ? യെസ്, സിങ്കിനായിരിക്കൂടാ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. അപ്പോൾ സിങ്ക് ഏതായിരിക്കൂടാ? ആനോഡ് ആയിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. മക്കളെ കോപ്പർ അപ്പം എന്തായിരിക്കൂടാ? പോസിറ്റീവ് ആയിരിക്കും. റെഡിയാണോ? അപ്പോൾ ആനോഡ് ഇവിടെ കണ്ടെത്തിയ ആരാണ്? സിങ്ക് ആണ് ആനോഡ്. കാഥോഡ് ആരാണ്? കോപ്പർ ആണ് കാഥോഡ്. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോ കെമിക്കൽസ് അഥവാ ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ, ആ ഫ്ലോ ഓഫ് ഇലക്ട്രോണിൻ്റെ ദിശ എങ്ങനെയാണ്? യെസ്, ആനോഡിൽ നിന്ന് കാഥോഡിൽ. അപ്പോൾ നമുക്ക് ഒന്നിൽ എങ്ങനെ എഴുതാം? സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആനോഡ് ടു കാഥോഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. 2 ഇതിനും ശരി മാർക്ക് ഇട്ടരും. ദ കെമിക്കൽ ഇക്വേഷൻ ടേക്കിംഗ് പ്ലേസ് ആനോഡ്. ആനോഡ് മക്കൾ ഇവിടെ ആരാണ്? ആനോഡിൽ ഇവിടെ ആരാണ്? സിങ്ക് അല്ലേ? സിങ്കിന് ഓക്സിഡേഷൻ അല്ലേ? ഇക്വേഷൻ എന്താടാ? Zn gives Zn2 + 2 ഇലക്ട്രോൺ. അതായത് സി ക്വസ്റ്റ് വെച്ചിട്ടുള്ളത് ഓക്സീകരണം, അതായത് ആനോഡിൽ ഉണ്ടാവുന്ന രാസം മാറ്റം. ആനോഡിൽ എന്തായിരിക്കും? ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണമായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഓക്സിഡേഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതേണ്ടത് പഠിച്ചിട്ടുണ്ട്. റിഡക്ഷൻ അഥവാ നിരോക്സീകരണ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പം കോൺസെപ്റ്റ് നിങ്ങൾ ആദ്യം പഠിക്കട്ടോ മക്കളെ. കോൺസെപ്റ്റ് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യടാ? ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കത്തും. മറ്റേ നിങ്ങൾക്ക് വളരെ ഒരു കത്താൻ കുറച്ചാണ്ട് പ്രയാസപ്പെടേണ്ടി വരും കേട്ടോ. ഓക്കെ മക്കളെ, ഇത് സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. മറ്റിൻ്റെ അതേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് അതേ പാറ്റേൺ ആണ്. പക്ഷെ അവിടെ ആനോഡാണ്, ഇവിടെ എന്താണ്? കാഥോഡാണ്. നിങ്ങൾ കണ്ടെത്തട്ടോ. ഓക്കെ അല്ലേ മക്കളെ? വൈദ്യുത ലേപനം അഥവാ കോട്ടിംഗ് ഓഫ് എ മെറ്റൽ ടു വൺ അനദർ ടു അല്ലേ? ഒരു മെറ്റൽ മറ്റൊരു മെറ്റലുമായി, അതായത് ഒരു ലോഹം മറ്റൊരു ലോഹമായിട്ട് എന്ത് ചെയ്യുക? മറ്റൊരു ലോഹത്തിലേക്ക് കോട്ട് ചെയ്യുക, ആനയിക്കുക. സോ അതിനെ പറയുന്ന പേരാണ് മക്കളെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയും. ദ കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ടു അനദർ മെറ്റൽ. ഒരു മെറ്റൽ മറ്റൊരു മെറ്റലിലേക്ക് എന്താണ്? കോട്ട് ചെയ്യുക. അതായത് കോപ്പർ എന്ന് പറഞ്ഞ മെറ്റൽ അയൺ ബാങ്കിലേക്ക് കോട്ട് ചെയ്യുക. റെഡിയാണോ? ഇപ്പം മക്കളെ മറ്റേ മുക്ക് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെന്നാൽ സാധാ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു അല്ലേ? നിറം പൂശാണ്. ഏത് നിറം?
ഈ ഒരു ഗോൾഡിന്റെ നിറം പൂശാണ്. റെഡിയാണോ? അതൊക്കെ എന്താണ്? ഇലക്ട്രോപ്ലേറ്റിംഗ് കേട്ടോ. വാട്ട് ഈസ് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ദി ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് കോപ്പർ? നമ്മളൊക്കെ നോക്കിക്കോ, വീണ്ടും പറ സെയിം ക്വസ്റ്റൻ. കോപ്പർ എന്ന് പറഞ്ഞ ഇലക്ട്രോഡാണ് ഉള്ളത്. മക്കളെ നേരത്തെ നമ്മൾ പറഞ്ഞു സിൽവറിനെ പറ്റി പറഞ്ഞു. ഇവിടെ നോക്കിക്കോ, കോപ്പർ എന്ന് പറഞ്ഞ ഇലക്ട്രോഡാണ്. അത് ആരിലേക്ക് പൂശാണ്? അയൺ ബാങ്കിൽ അഥവാ ഇരുമ്പുവളയിലേക്ക് പൂശ. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഇലക്ട്രോഡാണോ പൂശേണ്ടത് ആ പൂശേണ്ട ഈ ഒരു ലോഹവുമായി അനുബന്ധമായിട്ടുള്ള ലായനി അഥവാ ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കണം. ഇവിടെ പൂശേണ്ട ലോഹം ഏതാണ്? കോപ്പർ ആണ്. സോ മക്കളെ ഏതായിരിക്കടാ? കോപ്പർ സൾഫേറ്റ് അഥവാ CuSO4. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ മക്കളെ. ഇവിടെ സിങ്ക് റോഡ് ഉണ്ട്, സിങ്ക് സൾഫേറ്റ് ഉണ്ട്, കോപ്പർ ഉണ്ട്, കോപ്പർ സൾഫേറ്റ് ഉണ്ട്. ഐഡന്റിഫൈ ദ ആനോഡ് ആൻഡ് ആനോഡ് മാത്രമുള്ള ചോദിച്ചത്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഗാൽവാനിക് സെല്ല്? മക്കളെ ഏത് ഗാൽവാനിക് സെല്ലിൽ ഏത് ഊർജ്ജമാറ്റമായിരിക്കും ഉണ്ടാവുക? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രാസ ഊർജ്ജം എന്തായി മാറുന്നു? വൈദ്യുതൂർജ്ജം. അതായത് കെമിക്കൽ എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയി മാറുന്നു. റെഡിയാണോ? അപ്പോഴാണ് ഈ മറ്റേ വോൾട്ട്മീറ്ററിന്റെ നീഡിൽ എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ല ആനോഡിന് ചാർജ് അല്ലേ? ആനോഡ് ഇവിടെ ആരായിരിക്കും? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് റിയാക്ടിവിറ്റി കൂടിയ ആൾ ആനോഡാണ്. സോ സിങ്ക് മക്കളെ നെഗറ്റീവ് ആണ്. സോ അതുകൊണ്ട് ആനോഡ് ആരാടാ? സിങ്ക് ആണ് കേട്ടോ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ആനോഡ്. അതായത് ആനോഡിലേക്ക് ഉണ്ടാകുന്ന രാസമാറ്റം മക്കളെ ആനോഡിൽ ആരായിരിക്കടാ? ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ ആണ്. സോ മക്കളെ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരുടാ? Zn gives Zn2 plus 2 electron minus. റെഡിയാണോ? വിൻ വിച്ച് ഇലക്ട്രോഡ് ഡസ് ദ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്? എടാ ഓക്സീകരണം സംഭവിക്കുന്നത് ആർക്കായിരിക്കടാ? ആനോഡ്. കാരണം നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ് അഥവാ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാണ് ആനോഡ് സംഭവിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിഡോക്സ് റിയാക്ഷൻ ഇൻ ദ സെല്ല്. എടാ ഇത് കുറച്ച് എന്താണ്? A+ ലെവലുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എന്താണ്? A+ ലെവലാണ്. ഒന്ന് മാർക്ക് ചെയ്തോട്ടോ. നമ്മൾ വിശദീകരിച്ചതിനെ പറ്റി ചർച്ച ചെയ്യും. ഉണ്ടോയിക്കോളി പറഞ്ഞുതരാം കേട്ടോ. എടാ റിഡോക്സ് റിയാക്ഷൻ അഥവാ ഈ ഒരു റിഡോക്സ് രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആനോഡിന്റെ ഇക്വേഷൻ എഴുതാം. എടാ ആനോഡിന്റെ ഇക്വേഷൻ എന്താടാ? Zn gives Zn2 plus 2 electron minus. റെഡിയാണോ? എടാ ഇവിടെ മറ്റേ ആ ക്വസ്റ്റ്യൻ തന്നെ കാഥോഡ് ആരായിരിക്കൂടാ? കാഥോഡ് നിങ്ങൾ നോക്ക്. കാഥോഡ് ഇവിടെ ആരാണ്? കോപ്പർ കേട്ടോ. കോപ്പറാണ് കാഥോഡ്. പോസിറ്റീവ് ആണ് കേട്ടോ. കാരണം റിയാക്ടിവിറ്റി കുറവാണ് കോപ്പറിന് അല്ലേ? അപ്പൊ റിയാക്ടിവിറ്റി കുറഞ്ഞ ആള് കാഥോഡ് ആയിരിക്കും മക്കളെ. അപ്പൊ കാഥോഡിന്റെ സമവാക്യം നമ്മൾ എങ്ങനെ എഴുതാ? കാഥോഡ് ഗീവ്സ് ആരായിരിക്കോടാ? കോപ്പർ 2 plus 2 electron minus ഗീവ്സ് എന്താടാ? കോപ്പർ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? അപ്പൊ ആനോഡിന്റെയും കാഥോഡിന്റെയും ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂടാ? എന്ത് കിട്ടുള്ളൂ? റിഡോക്സ് റിയാക്ഷൻ ചെയ്യാൻ കിട്ടുള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആനോഡിൻ്റെ ഇക്വേഷൻ എടുത്ത് ചെയ്താൽ റെഡിയാണോ? അപ്പോൾ Zn gives Zn2 plus 2 electron minus. റെഡിയാണോ? ഇനി മക്കളെ കാഥോഡിൻ്റെ ഇക്വേഷൻ എടുത്ത് ചെയ്താൽ റെഡിയാണോ? ഞാൻ അടുത്തെടുത്ത് ചെയ്താൽ കാഥോഡിൻ്റെ ഇക്വേഷൻ എടുത്ത് ചെയ്താൽ എങ്ങനെ? കോപ്പർ 2 plus 2 electron minus gives എന്ത് കിട്ടൂടാ? കോപ്പർ. റെഡിയാണോ? അപ്പോൾ കാഥോഡിൻ്റെ എഴുതി, ആനോഡിൻ്റെ എഴുതി. റെഡിയാണോ? പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോ. അപ്പോൾ ഇതിനെ നമ്മൾ വലിയൊരു വര വരച്ചു മക്കളെ. ഇത് ഏത് സൈഡാടാ? ഇത് ഏത് സൈഡാണ്? ഇത് ഏത് സൈഡാ? യെസ്, ഈ സൈഡ് ഏതാണ്? റിയാക്റ്റൻ്റ് സൈഡ്. ഈ സൈഡ് ഏതാണ്? പ്രൊഡക്റ്റിൻ്റെ സൈഡ്. എടാ റിയാക്റ്റൻ്റ് സൈഡിലും പ്രൊഡക്റ്റിൻ്റെ സൈഡിലും ഒരാൾ സെയിം ആണ്. അത് ആരായിരിക്കോടാ? യെസ്, 2 ഇലക്ട്രോൺ. അപ്പോൾ ഓനെ രണ്ടാളും വെട്ടിപ്പോയി. പിന്നെ മക്കളെ റിയാക്റ്റൻ്റ് അഥവാ അഭികാരം സൈഡ് പിന്നെ ആരൊക്കെയാണ്? എടാ Zn ഉണ്ട് പ്ലസ് ആരുണ്ടടാ? Cu2+ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ആരാണ് മക്കളെ? പിന്നെ അവിടെ ആരുണ്ടാവും? Zn2 പ്ലസ് ആരാണ്? Cu. ഇതിൻ്റെ നടുവിൽ എന്തിട്ട് കൊടുക്കുക? ഒരു ആരോ മാർക്ക്. പരിപാടി കഴിഞ്ഞു. ഇതിനെ പറയുന്ന പേരാണ് എന്താടാ? റിഡോക്സ് റിയാക്ഷൻ അഥവാ റിഡോക്സ് രാസപ്രവർത്തനം എന്ന് പറയും. റെഡിയാണോടാ? So next question നോക്കോ. When molten sodium chloride is electrolyzed, the gas liberated anode. അതായത് ഒരു NaCl ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? Na+ഉം Cl-. ആനോഡിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ആയിലേക്ക് ആരോ ഒന്ന് അട്രാക്ട് ചെയ്യുക? Cl ആണ് മക്കളെ. അപ്പോൾ ഏത് ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക? ക്ലോറിൻ ഗ്യാസ്. റെഡിയാണോ? The electroplating is one of the practical utilized for the electrolysis. Copper can be coated on iron bangle by this. അതായത് വൈദ്യുത ലേപനം മക്കളെ എന്താണ്? ഒരു വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഉദാഹരണമാണ്. അതിൽ തന്നെ കോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ലോഹം ആരുമായിട്ട് കോട്ട് ചെയ്യുന്നു? ആരുമായിട്ട് ആനയിക്കുന്നു? അയൺ ബാങ്ക് അഥവാ ഇരുമ്പ് വളയിലേക്ക് ആനയിക്കുന്നു. വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ആരാണ് കോട്ട് ചെയ്യുന്നത്? നെഗറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ പറഞ്ഞു ആനോഡാണ് പറഞ്ഞു. നെഗറ്റീവ് ടെർമിനലിലേക്ക് ആരാ കോട്ട് ചെയ്യുന്നത്? അയൺ ബാങ്കിൾ. റെഡിയാണോ? അയൺ ബാങ്കിൾ അഥവാ ഇരുമ്പ് വളയാണ് മക്കളെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കോട്ട് ചെയ്യുന്നത്. റെഡിയാണോ? വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഹിയർ? ഇവിടെ കോപ്പർ കോട്ട്
കോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മക്കളെ ഏത് ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നത്? എടാ കോപ്പർ സൾഫേറ്റ് അഥവാ കോപ്പർ അതായത് CuSO4 എന്ന് പറഞ്ഞ ലായനി ഉപയോഗിക്കുന്നത്. റൈറ്റ് ഡൗൺ എനി പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഫോർ ദ ഇലക്ട്രോലിസിസ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോപ്ലേ, അതായത് രണ്ട് യൂസസ് ചെയ്താണ് പറഞ്ഞത്. അതായത് വൈദ്യുത വിശ്ലേഷണത്തിന്റെ രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന് എന്താ മക്കളെ? റിഫൈനിങ് ഓഫ് മെറ്റൽ അഥവാ ലോഹ ശുദ്ധീകരണം എന്ന് പറയും. എന്താ റിഫൈനിങ് ഓഫ് മെറ്റൽ അഥവാ ലോഹ ശുദ്ധീകരണം. രണ്ടാമത്തെ യൂസ് എന്താ മക്കളെ? രണ്ടാമത്തെ യൂസ് നമുക്ക് എങ്ങനെ ചെയ്താ? ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്ന് പറയാം കേട്ടോ. ഒന്ന് ഏതാടാ? ലോഹത്തിനെ ശുദ്ധീകരിക്കല്. രണ്ടാമത്തെ എന്താടാ? വൈദ്യുത ലേപനം എന്ന് പറയും. റെഡി ആണോ? ഓക്കെ മക്കളെ, നെക്സ്റ്റ് ചോദിക്കോ. സെലക്ട് ദ ഓക്സിഡേഷൻ റിയാക്ഷൻ ഇൻ ദ കെമിക്കൽ ഇക്വേഷൻ. അതായത് തന്നിരിക്കുന്ന രാസ സമവാക്യത്തിൽ ഓക്സീകരണ സമവാക്യം ഏതാണ് കണ്ടെത്തുക. മക്കളെ Cu2++ 2 ഇലക്ട്രോൺ ഗീവ് Cu, Zn ഗീവ് Zn 2++ 2 ഇലക്ട്രോൺ. നമ്മൾ പഠിച്ചു സിങ്കും കോപ്പറും ഉണ്ടെങ്കിൽ തന്നെ റിയാക്റ്റീവ് കൂടിയ ആരാണ് മക്കളെ? സിങ്ക് ആണ്. സിങ്കിന് അപ്പം എന്തായിരിക്കും? ഓക്സിജൻ. അപ്പം ഏതായിരിക്കും? രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. വെൻ മെറ്റൽ ഓക്സിഡേസ് ഹൗ ഡസ് ദ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ചസ്? റെഡി ആണോ? എടാ അത് നിങ്ങൾ ശരിക്കും 9ാം ക്ലാസ്സിൽ റിഡോക്സ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലും പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. മക്കളെ അപ്പോൾ എന്തായിരിക്കും? ഒരു മെറ്റൽ ഓക്സിഡേഷൻ സമയത്ത് ഹൗ ഡസ് ദ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ചസ്? മക്കളെ ഇവിടെ ഒറ്റക്കാണ്. ഇവിടെ ഒരു എലമെന്റ് എന്താണ്? ഒറ്റക്കാണ്, 0 ആണ്. അപ്പോൾ മക്കളെ ഇപ്പോൾ എന്തായി മാറിയടാ? 2+ ആയി മാറി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. കോപ്പർ ഈസ് ഇലക്ട്രോപ്ലേറ്റഡ് ഓൺ അയൺ റിങ്. ഒരു അയൺ ബാങ്കിൽ മാറ്റി റിംഗ് ആക്കി മാറ്റി മാത്രമേ ഉള്ളൂ. ഏത് ഇലക്ട്രോലൈറ്റ് ആണ്? കോപ്പർ ആണ് വൈദ്യുത ലേപനം നടത്തേണ്ടത്. അപ്പോൾ ഏതായിരിക്കും? കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റ്. ഇതൊക്കെ മക്കളെ ഈ ക്വസ്റ്റ്യങ്ങളൊന്നും അരച്ചുകൂടാ. എത്ര റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആടാ. കാരണം നിങ്ങൾക്കൊക്കെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ 2019 മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടിച്ച് പെറുക്കിണ്ടാക്കിയ സാധനമാണിത്. എത്ര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയതെന്ന് ഇത്രേ ഉള്ളൂ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇനി മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഇനി നോക്കിക്കോ. വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ഓൺ ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി? അപ്പോൾ മക്കൾ ഏതായിരിക്കൂടാ? യെസ്, കോപ്പർ അല്ലേ? ഞാൻ പറഞ്ഞു അയൺ ബാങ്കുകൾ അഥവാ ഇരുമ്പ് വള നെഗറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്യുന്നത്, ഘടിപ്പിക്കുന്നത്. മക്കളെ ഇലക്ട്രോഡ് ഏത് ടെർമിനായിരിക്കും? പോസിറ്റീവ് ടെർമിനായിരിക്കും ഘടിപ്പിക്കേണ്ടത്. റെഡി ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ ഗാൽവാനിക് സെൽ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ മാഗ്നീഷ്യം, കോപ്പർ എക്സെട്ര. ഓക്കെ, വാട്ട് ഈസ് എനർജി ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഗാൽവാനിക് സെല്ല്? എടാ ഗാൽവാനിക് സെല്ലിൽ ഊർജ്ജ മാറ്റം എന്തായിരിക്കും? യെസ്, വൈദ്യുത ഊർജ്ജം രാസ ഊർജ്ജം എന്തായി മാറുന്നുടാ? വൈദ്യുത. അതായത് കെമിക്കൽ എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയി മാറുന്നു. വിച്ച് ഈസ് ആനോഡ്? ഏതായിരിക്കും? മെഗ്നീഷ്യം കോപ്പറും മക്കളെ റിയാക്ടിവിറ്റി ആർക്കാ കൂടുതൽ? കോപ്പറിനേക്കാളും ആർക്കാ? മെഗ്നീഷ്യാണ്. സോ അതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി കൂടിയ ആൾ മക്കളെ മെഗ്നീഷ്യ ആയതുകൊണ്ട് തന്നെ ആനോഡ് മക്കളെ ആരായിരിക്കും? മെഗ്നീഷ്യ. കാരണം റിയാക്ടിവിറ്റി കൂടിയ ആൾ എപ്പോഴും ആരുമായി അട്രാക്ട് ചെയ്യണം? ആനോഡ് ആയിരിക്കും. എടാ റിയാക്ടിവിറ്റി കൂടിയ ആൾ എപ്പോഴും ആയിരിക്കും? ആനോഡ്. ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ്. ഏത് സെല്ലടാ? ഇലക്ട്രോ കെമിക്കൽ സെല്ല്. റെഡിയാണോ? വൈ ദ ഇക്വേഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ്? കാഥോഡ് മക്കളെ അപ്പോൾ ആരായിരിക്കും? കോപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ മക്കളെ ഇക്വേഷൻ എന്തായിരിക്കും? സീൻ്റെ ഉത്തരം എഴുതാൻ വേണ്ടി പോട്ടോ. കോപ്പർ 2++ 2 ഇലക്ട്രോൺ ഗീവ്സ് എന്താണ്? കോപ്പർ. കാരണം എന്താണ്? കോപ്പറിന് സംഭവിക്കുന്നത് റിയാക്ടിവിറ്റി കുറവാണ് മെഗ്നീഷ്യത്തിനെക്കാട്ടിലും. സോ അങ്ങനെയാണ് കോപ്പറിന് പോസിറ്റീവ് ചാർജ് മക്കളെ കാഥോഡാണ്. എന്തായിരിക്കും? നിരോക്സീകരണം അഥവാ റിഡക്ഷൻ ആയിരിക്കും. റെഡിയാണോ? ഹൗ മെനി ഗാൽവാനിക് സെൽ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദ മെഗ്നീഷ്യം, കോപ്പർ, മെഗ്നീഷ്യം, സിങ്ക്, കോപ്പർ. റെഡിയാണോ? എടാ 3 മെറ്റൽ ഉണ്ടെങ്കിൽ മക്കളെ എത്ര ഗാൽവാനിക് സെൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? യെസ്, എത്ര പറ്റൂടാ? 3 തന്നെ. കാരണം മെഗ്നീഷ്യം സൾഫേറ്റ്, Zn സൾഫേറ്റ്, Zn, കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ്. അപ്പോൾ എത്ര ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. റെഡിയാണോ? സോ മക്കളെ നമ്മൾ ഏകദേശം നല്ലതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. കാരണം മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് നെക്സ്റ്റ് സെക്ഷനുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.